ഹായ്, പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ അനുഗമിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള സന്തോഷവും ഉയർച്ചകളെല്ലാം ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും ക്രിസ്ത്യാനിറ്റി അങ്ങനെയല്ല കേട്ടോ. യേശു ക്രിസ്തുവിനെ അനുഗമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ആൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കഷ്ടതയാണ്, പ്രയാസ, പട്ടിണിയ, ദാരിദ്ര്യ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വല്ലാത്ത അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? ശരിക്കും ബൈബിൾ പഠിപ്പിക്കുന്നതും യേശുക്രിസ്തു പഠിപ്പിച്ചതും അതാണ്. യേശുക്രിസ്തു തൻ്റെ പഠിപ്പിലുടനീളം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പഠിപ്പിച്ചേക്കുന്ന എന്നെ അനുഗമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നഷ്ടമാകും, നിങ്ങൾ അപ്പനെ അമ്മയെയും കുടുംബത്തെയൊക്കെ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും, ഈ ലോകം നിങ്ങളെ പകയ്ക്കും, അവർ നിങ്ങളെ ആട്ടിപ്പായിക്കും. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, നിങ്ങൾക്ക് എന്തായാലും കഷ്ടമുണ്ട്, ഈ കഷ്ടം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയേക്കുന്നത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല യേശുക്രിസ്തുവിനെ ആ കാലഘട്ടത്തിൽ അനുഗമിച്ചിരുന്ന അവൻ്റെ ശിഷ്യന്മാരുടെ കാര്യമൊക്കെ ആലോചിച്ച് നോക്ക്. ഒരാളെങ്കിലും ജീവിതത്തിൽ മെച്ചപ്പെട്ടിട്ടാണോ ജീവിച്ചിരുന്നത്? അല്ലേ, എല്ലാവരും ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്തവണ്ണമാണ് പലരും കഴിഞ്ഞിരുന്നത്. മാത്രമല്ല ഒരു നല്ല മരണം പോലും അവർക്കുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു 99% ആൾക്കാരും വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. മാത്രമല്ല യേശുക്രിസ്തുവിനെ അനുഗമിച്ചിട്ടുള്ള ചരിത്രത്തിലുള്ള അവന് വേണ്ടിയിട്ട് നിലനിന്നിരുന്ന ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുണ്ട്. ഇവരൊന്നും ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നേടിയിട്ടൊന്നുമല്ല. അവരെല്ലാം രക്തസാക്ഷികളായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ട്, ലോകപ്രകാരം നോക്കുകയാണെങ്കിൽ വെറും പൊട്ടന്മാർ ആ രീതിയിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ അനുഗമിച്ച ശാരീരികവുമോ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയോ നന്മയൊന്നും ലഭിക്കുന്നില്ല. അത് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. പ്രത്യേകിച്ച് പുതിയ നിയമപ്രകാരമുള്ള പുതിയ നിയമ ക്രിസ്ത്യാനിറ്റി പറയുന്നില്ല. പകരം കഷ്ടപ്പാടുണ്ടാവും, പങ്കപ്പാടുണ്ടാവും, പട്ടിണി ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, അപമാനം ഉണ്ടാവും, എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും, മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തലുകളുണ്ടാവും. അങ്ങനെ എന്നെ ചൊല്ലി, അതായത് യേശുക്രിസ്തുവിനെ ചൊല്ലി അപ്പനെയും അമ്മയും സഹോദരങ്ങളെല്ലാം പഴിക്കും, നാട്ടുകാർ പഴിക്കും, വീട്ടുകാർ ഇവൻ ഏത് മാർഗത്തിൽ പോകുന്നവനാണ്, വൃത്തികെട്ടവനെന്ന് വിളിക്കും. അങ്ങനെ ധാരാളം കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, എന്നാൽ പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? വേറെ വല്ല ദൈവത്തെ അനുഗമിച്ചാൽ പോരെ? എതിരാണ്, ലോകത്തിൽ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല എന്നെ അനുഗമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കഷ്ടപ്പാടും ദുരിതവുമായിരിക്കും, ഈ ലോകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നന്മയും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു യേശുക്രിസ്തുവിന് എന്തിനു വേണം പിന്നെ അനുഗമിക്കണമെന്ന ചോദ്യമായിരിക്കും പിന്നീടുള്ള ചോദ്യം. പക്ഷേ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ, അവൻ നമ്മോട് പറയുന്ന സന്ദേശമെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. യേശുക്രിസ്തു ഒരിക്കലും ഭൂമിയിലുള്ള കാര്യങ്ങളല്ല കേട്ടോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മൊത്തം സ്വർഗീയമായിട്ടുള്ള നമ്മുടെ മരണത്തിന് ശേഷം ഉള്ള കാര്യങ്ങളാണെന്ന് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ അനുഗമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനപ്പുറം, നമ്മുടെ മരണത്തിനപ്പുറം ഒരു നിത്യജീവൻ, അതായത് മരിച്ചാലും മരിക്കാത്ത, കുഴിച്ചിട്ടാലും ഉയർത്തെഴുന്നേൽക്കുന്ന, അസ്ഥിയായിട്ട് മാറിയാലും ജീവനുള്ള ശരീരമായി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പൊൻപുലരി ഏതൊരു ക്രിസ്ത്യാനിക്കും യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും മഹത്വകരമാക്കി മാറ്റുന്നത്. ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെടുത്തിക്കോ, ഇവിടെ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചോ, 10 മടങ്ങിരട്ടി സ്വർഗത്തിൽ ലഭിക്കുമെന്നുള്ള വലിയൊരു വാഗ്ദാനം. മാത്രമല്ല നിത്യമായ നരകത്തിൽ പോകാതെ നിത്യമായ ജീവനെ പ്രാപിക്കുവാൻ സാധിക്കുമെന്നുള്ള വാഗ്ദാനം. ആ വാഗ്ദാനമാണ് ഇവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും പകപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമുള്ള പ്രതിഫലം എന്നുള്ളതാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റി. നിങ്ങൾക്ക് കഷ്ടം സഹിക്കാൻ ധൈര്യമുണ്ടോ? യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് അപമാനം സഹിക്കാൻ, അടികൊള്ളാൻ ധൈര്യമുണ്ടോ? വേദന സഹിക്കാൻ ധൈര്യമുണ്ടോ? എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോളൂ. ഇതെല്ലാം ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മാർഗത്തെ അനുഗമിക്കുന്ന, അവൻ്റെ യഥാർത്ഥ രക്ഷയിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയെ പറ്റിയാണ്, ക്രിസ്തു മത വിശ്വാസിയെ പറ്റിയല്ല. അങ്ങനെയുള്ളൊരു ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ മാറുവാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിത്യജീവനെങ്കിൽ ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കും. നിങ്ങളിവിടെ എന്തെല്ലാം നഷ്ടപ്പെടുത്തിക്കോ അതിൻ്റെ 1000 ഇരട്ടി നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കും. മാത്രമല്ല മറ്റുള്ളവരെല്ലാം നരകത്തിൽ പോകുമ്പോൾ നിത്യതയിൽ, നിത്യജീവനിൽ, ശുഭപുലരിയിൽ ദൈവത്തോടൊപ്പം അവൻ്റെ അരികെ ഇരുന്നു കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയതും ഒഴുക്കിയ കണ്ണീരുമെല്ലാം അളക്കുന്ന ഒരു പൊൻപുലരിയിൽ അവനോടൊപ്പം ഇരുന്ന് നിങ്ങൾക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റി
നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത്.